കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വർഷത്തിൻ്റെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും കൊണ്ടുവന്ന അവിടുത്തെ കരുണയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് തിരുവചന ഭാഗമായി വായിച്ച ഏവർക്കും പരിചിതമായ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഒരുപോലെ പരിചിതമായിട്ടുള്ള ഒരു കഥയാണ് യേശു കർത്താവ് പറഞ്ഞ, നമ്മളതിനെ വിളിക്കുന്ന കഥയുടെ പേര് കുട്ടികളെ പഠിപ്പിക്കുവാൻ അതിനൊരു തലക്കെട്ട് കൊടുക്കുന്നത് മുടിയൻ പുത്രൻ്റെ കഥ എന്നാണ്. ദി സ്റ്റോറി ഓഫ് ദി പ്രോഡിഗൽ സൺ. അതിന് പല തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ചില ദൈവശാസ്ത്ര എഴുത്തുകാർ അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദ ലവ് ഓഫ് ദ ഫാദർ, പിതൃസ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് കൃത്യമായി അവിടെ നമ്മൾ കാണുന്നത്. കഥ നമുക്ക് നിശ്ചയമുള്ളത് കൊണ്ട് വീണ്ടും കഥ പറയുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 3 നഷ്ടങ്ങളുടെ കഥ പറയുന്നുണ്ട്. ഒന്നാമത്തെ നഷ്ടം എന്നത് ആടുകളുടെ കഥ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് കഥ പറയുവാൻ തുടങ്ങുമ്പോൾ അതിലെ ശ്രോതാക്കൾ ആരായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ കഥ കേൾക്കുവാൻ വന്നുകൂടിയ ആളുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുങ്കക്കാരെ സംബന്ധിച്ച് അന്നത്തെ സമൂഹം ദ ലോസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിരുകളിൽ ജീവിക്കുന്നവരാണ്. പാപികൾ, അവർക്കൊന്നും മതജീവിതത്തിൻ്റെ മുഖ്യസ്ഥാനങ്ങൾ അനുവദനീയമല്ലാത്ത ഒരു സമൂഹമാണ്. അവരോടാണ് യേശുക്രിസ്തു ഈ കഥ പറയുന്നത്. നഷ്ടങ്ങളുടെ കഥയാണ്. 100 ആടുണ്ട് എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ 1 കാണാതെ പോയാൽ 99നെയും വിട്ട് കാണാതെ പോയ 1നെ അന്വേഷിച്ചു പോകുകയില്ലയോ എന്ന് പറഞ്ഞ് തുടങ്ങുക. കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന മടങ്ങിവരവിൻ്റെ സന്തോഷത്തെക്കുറിച്ച് അവിടെ വർണ്ണിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ യേശുക്രിസ്തുവിന് മാത്തമാറ്റിക്സിൽ വലിയ പിടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ 100-ൽ 1 പോകുന്നു എന്ന് പറഞ്ഞാൽ 99ൻ്റെ പിൻബലമില്ലേ, ബാക്കി 1 പോട്ടെ എന്ന് കരുതാവുന്ന ഒരു കണക്കാണ് ലോകം പഠിച്ചിരിക്കുന്നതെല്ലാം. മൈനസ് ചെയ്ത് കുറച്ചു കൊണ്ടുവരാം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവൻ പഠിച്ച കണക്ക് വ്യത്യസ്തമാണ്. 99 ഉപേക്ഷിക്കപ്പെടുകയല്ല. 99 എണ്ണത്തില് 99ാമത്തെ ആടിന് 98 ആടുകളുടെ പിൻബലമുണ്ട്. അങ്ങനെ ഓരോന്നിനും പിൻബലമുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട 1ന് ആരുടെയും പിൻബലമില്ല എന്നതാണ് ആ കഥയുടെ ഒരു സാരം. ഒരാട് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് പോകുന്നതല്ല. ഇറ്റ് വാസ് മിസ്സിങ് ഫ്രം ദ ഫോക്ക്. ഒരു പക്ഷേ അത് ആടിൻ്റെ ദോഷമാണ് എന്ന് പറയാനും പറ്റില്ല. കാരണം വിവേകം കുറഞ്ഞ ഒരു മൃഗം എന്ന് വേണം അതിനെ കാണാൻ. ഒത്തിരി അബദ്ധങ്ങളിൽ ചാടുന്നതാണ് ഈ ആട് എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് പറ്റുന്നതല്ല. കൂട്ടത്തിൽ നടക്കാൻ താല്പര്യക്കുറവ് കൊണ്ടുമല്ല നഷ്ടപ്പെട്ടു പോയത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാം. അതെന്ത് തന്നെയായിരുന്നാലും ഇടയൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കാം എന്നും ഒരു പക്ഷേ ഇടയനോട് വിരോധമുള്ള ആളുകൾക്ക് പരാതി പറയാം. എങ്ങനെയായിരുന്നാലും നഷ്ടം തന്നെയാണ്, കൈവിട്ടുപോയി എന്നാണ്. എന്നാൽ ആ ആടിനെ തേടി എത്തുന്ന ഇടയൻ്റെ ഒരു സ്നേഹത്തെ യേശു കർത്താവ് അവിടെ വർണ്ണിച്ചെടുക്കുകയാണ്. അവിടെയാണ്
ശ്രേഷ്ഠ ഇടയനായിട്ടുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് അനാവരണം ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഹൗ മച്ച് അവർ ലോർഡ് ലവ്സ് യു ഈവൻ ദോ യു ആർ അവേ ഫ്രം ഓർ ഫാർ ഓഫ് ഫ്രം ദ ഗുഡ് ഷെപ്പേർഡ്. എന്നാൽ ഒരു കാര്യം നോക്കണം, ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ ആടിനെ സംബന്ധിച്ച് ആടും ഇടയനും തമ്മിലുള്ള ഈ നഷ്ടത്തിൻ്റെ അകലമെന്ന് പറയുന്നത് ഒരു നിലവിളിയുടെ അകലം മാത്രമേ ഉള്ളൂ. ആടൊന്ന് നിലവിളിച്ചാൽ മതി ഇതെവിടെ കിടക്കുന്നു എന്ന് ഇടയന് കേൾക്കാൻ കഴിയും എന്നതാണ്. അത്രമാത്രം ദൂരമേ ആട് പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഉപമയിൽ യേശു കർത്താവ് പറയുന്നത്, ആടൊരു തെറ്റായ കൂട്ടത്തിലെങ്ങും പോയി വീഴാൻ വഴിയില്ല. ആഹാരം അന്വേഷിച്ചുള്ള പോക്കിലോ അല്ലെങ്കിൽ ഒരു റൂട്ട് മാപ്പ് മിസ് ചെയ്തു പോയതാകാം. കൂട്ടത്തിൽ നിന്ന് പോകുന്നവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാം. കൂട്ടായ്മയിൽ നിൽക്കേണ്ടവൻ കൂട്ടത്തിൽ നിന്ന് മാറി നടന്നാൽ അവന് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇടയൻ്റെ കണ്ണിൽ മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇടയൻ നിന്നെ കണ്ടെത്തി നിന്റെ ഒരു നിലവിളിയുടെ ശബ്ദം ഇടയൻ്റെ കാതിലെത്തിയാൽ ഹി വിൽ റീച്ച് ഓവർ ദെയർ. അത്ര അകലമേ നീയും ഇടയനുമായിട്ടുണ്ടായിട്ടുള്ളൂ എന്നത് ഒന്നാം കഥ. രണ്ടാമത്തെ കഥ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്ന കഥ പറഞ്ഞാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്ന് നഷ്ടപ്പെട്ടു എന്നാണ് ആ കഥയുടെ ഒരു വിശദീകരണത്തിൽ പറയുന്നത്. നഷ്ടപ്പെട്ടത് എവിടെയാണെന്നതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. പക്ഷെ ആ സ്ത്രീ നഷ്ടപ്പെട്ടപ്പോൾ വീടിനുള്ളിൽ വിളക്ക് കത്തിച്ചെല്ലാം അന്വേഷിക്കുന്നുവെന്നാണ്. വിളക്ക് എന്ന് പറയുമ്പോൾ വെളിച്ചം എന്തെന്ന് ചോദിച്ചാൽ, ഈ സ്വന്തം വീട്ടിൽ എല്ലായിടത്തും വെളിച്ചമുണ്ടെന്ന് കരുതിയിട്ടും വെളിച്ചം എത്താത്ത ഇടങ്ങളിൽ എങ്ങാനും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നതും ശ്രദ്ധിക്കണം. നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആത്മീയരാണ് എന്ന് അവകാശപ്പെടുമ്പോൾ പോലും ആത്മീയ വെളിച്ചമെത്താത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവിടേക്ക് വെളിച്ചം വീശണം. അപ്പം നഷ്ടം അവിടെ വീട്ടിൽ തന്നെ. വീട്ടിൽ നഷ്ടപ്പെട്ടത് കാട്ടിൽ പോയി അന്വേഷിക്കരുത്. നമ്മൾ പലരും വീട്ടിൽ പോക്കടിച്ചതിനെയൊക്കെ അന്വേഷിക്കുന്നത് പുറത്തു പോയതിനെ വീട്ടിലും അന്വേഷിക്കരുത്. ഇത് വേർതിരിച്ച് നമ്മൾ അറിയണം. അവിടെയും ആ നാണയം തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി ഭയങ്കര ആഘോഷമാണ്. എന്നാൽ അവിടെയും യേശുക്രിസ്തുവിന് കണക്കറിയത്തില്ല എന്ന് പറയാൻ കാരണം, ആ പോയ ഒരു നാണയത്തെക്കാൾ കൂടുതൽ ചെലവാകുന്നുണ്ട് ഈ ആഘോഷത്തിന്. ദാറ്റ് മീൻസ് the celebration part is so expensive because restoring the lost one is so valuable. അതാണ് പ്രധാനം. നഷ്ടപ്പെട്ടത് വിലയുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചു കിട്ടിയപ്പോൾ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ചെലവാക്കാൻ ഉള്ള താല്പര്യമാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ നഷ്ടം കളഞ്ഞുപോയതല്ല, ഇറങ്ങിപ്പോയതാണ്. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. മകൻ ഈ രണ്ടിനെയും വിവേചന ശക്തിയുള്ളവനാണ് പുത്രൻ. കഥ നമുക്കറിയാം. അവനങ്ങ് പോയി. അവൻ എന്തിനാ പോയത്? അവൻ്റെ പോയതിനൊരു റീസൺ ഉണ്ട്. അവൻ പറയും, നമ്മുടെ ഇന്നത്തെ കാലത്തും ഒക്കെ പിള്ളേർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടെ എന്നാ സ്വാതന്ത്ര്യമുള്ളത്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, അവിടെ നോക്കാൻ പറ്റത്തില്ല, മൊബൈലൊന്നും നോക്കാൻ പറ്റത്തില്ല, എങ്ങോട്ടെങ്കിലും പിള്ളേരെ ഒന്ന് വിളി സംസാരിക്കാൻ നോക്കുക. അങ്ങ് ഒരു സ്വാതന്ത്ര്യവും എൻ്റെ വീട്ടിൽ നിഷേധിക്കപ്പെടുന്നത്? ഇതൊരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ പിള്ളേർ, എല്ലാവരുടെയും പിള്ളേർ, ഒരുപക്ഷെ നമ്മൾ നേരത്തെ നമ്മുടെ അപ്പനോടോ അമ്മയോടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകാം, അതും ഉണ്ടാകാം. പണ്ട് ചെയ്തതിൻ്റെ ഒക്കെ ഫലം ഇന്നുള്ളവൻ വാങ്ങിച്ചു പിടിക്കുന്നുണ്ട്, അത് വേറൊരു വിഷയം. എന്നാൽ പോലും ഇതൊരു ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് ഹാവ് ഫ്രീഡം, ഐ ഹാവ് മൈ ഓൺ ഫ്രീഡം. വൈ ഡു യു ഇന്റർഫിയർ ഇൻ മൈ ഓൺ ഫ്രീഡം? എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എന്തിന് പപ്പ തലയിടുന്നു, അല്ലെ മമ്മി തലയിടുന്നു, അല്ലെ അപ്പച്ചൻ തലയിടുന്നു? പിള്ളേരുടെ ഒരു വലിയ പരാതി, എല്ലാത്തിലും കയറി തലയിടുക. അത് മാതാപിതാക്കളുടെ ഈ തലയുള്ളതുകൊണ്ടാണ് തലയിടാൻ പോകുന്നത്. തലയില്ലാത്തവരാണെങ്കിൽ തലയിടാൻ പോകത്തില്ല. എന്നാൽ
ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഈ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ മകനാണ്. മൂത്തവനെ അവൻ സെക്കൻഡ് സീനിലേ വരുന്നുള്ളൂ. അപ്പനും ഇളയവനുമായിട്ടാണ് ആദ്യത്തെ സീൻ നടക്കുന്നത്. നാടകത്തിൻ്റെ തിരശ്ശീല ഉയരുമ്പോൾ അപ്പനും മകനുമായിട്ടുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ മുഖ്യ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മകൻ, ഇളയ മകനാണ്. അവൻ്റെ സംഭാഷണ ശൈലിയും രീതിയും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ചെറുപ്പക്കാർക്കുള്ള ഉപദേശവും അല്ലെങ്കിൽ ഡയലോഗാണ് അവൻ ഉപയോഗിക്കുന്നത്. അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, ഇന്നുമുണ്ട്. സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല, എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ ഇരിക്കുന്നു നോക്കിക്കേ. നമ്മളോട് ഈ കൊറോണയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു സാധനം മൂക്കി വെച്ച് ഈ മുഖത്ത് വെച്ചുകൊണ്ട് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയില്ലേ. എൻ്റെ സൗന്ദര്യം ആരും കാണാതിരിക്കൽ. ഇതെത്ര പൈസ മുടക്കിയാൽ നമ്മൾ മുഖത്ത് ഇതെല്ലാം ഒരുമാതിരി ഒപ്പിച്ചൊക്കെ വെച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മുഖാവരണം ഇട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞ നോ. ഞാനിതിപ്പോൾ പറയുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന ആളുകൾ കാണുന്ന ഒരു രാജ്യത്തെയും പറയാൻ കുറിച്ച് പറയുന്നത് അല്ല. ചില നാടുകൾ ഇത് ഈ COVID-19 ആദ്യ കാലഘട്ടങ്ങൾ പറഞ്ഞു വി ഡോണ്ട് വെയർ ദിസ് മാസ്ക്, ഞാനത് ധരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അധികം താമസിയാതെ അതും ധരിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ യൗവനക്കാരനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്, ഫ്രീഡം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റെസ്പോൺസിബിലിറ്റി ആസ് ഫാർ ആസ് കൺസേൺഡ് അബൌട്ട് ദിസ് യങ് മാൻ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യമാണ് ഉത്തരവാദിത്വത്തെക്കാൾ വലുത്. തോളുകൊണ്ട് ഒന്ന് സഹായിക്കാൻ ഒരു തോള് കൊടുക്കുവാൻ തയ്യാറല്ല. ഒരു ചെറിയ ഉപകാരം, ഒരു ചെറിയ സഹായം. നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ പറയുന്ന ഇവനെ കൊണ്ടൊക്കെ എന്നാത്തിൻ്റെ ഗുണമുണ്ട്, തിന്നാനല്ലാതെ എന്തെങ്കിലും ഒരു സഹായം, ഒരു കൈ സഹായം ഒന്ന് ചെയ്തു തരുന്നത്. ആമ്പിള്ളേരെ കുറിച്ച് മാത്രമല്ല, പെൺകുട്ടികളെ കുറിച്ചും പറയാറുണ്ട്, ഭർത്താവിനെ കുറിച്ചും പറയാറുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പരാതി പറയേണ്ടി വരുന്ന സാഹചര്യം, ഒരു തോൾ ഒന്ന് കൊടുക്കാൻ കഴിയാതെ വരുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തിനകത്തുള്ള ഉത്തരവാദിത്വത്തെ ഈ കാലഘട്ടത്തിലെ സമൂഹം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഓർ ക്രീഡ് ഓർ സർക്കംസ്റ്റൻസസ്, അവരെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, പക്ഷെ ഉത്തരവാദിത്വം വഹിക്കുവാൻ ആർക്കും താല്പര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം യുവസമൂഹത്തിന് വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ മുമ്പിൽ കൊണ്ട് അവതരിപ്പിച്ചു. അവൻ്റെ പേര് ദേവാങ്ക് എന്നാണ്. ദേവാങ്ക് എന്ന ചെറുപ്പക്കാരൻ മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. സംഭവം നിങ്ങൾക്കറിയാം, വളരെ ദൃശ്യമായ എല്ലാവരും. 4 ജീവൻ രക്ഷിക്കുവാൻ ദേവാങ്കിനെ സഹായിച്ചത്, 18 വയസ്സുള്ള അവനെ സഹായിച്ചത് അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, നീ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കുക. ഒരാളും മരിക്കാൻ പാടില്ല, നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ മരിക്കാൻ പാടില്ല. അവൻ്റെ കയ്യിലൊരു ഡ്രോൺ ഉണ്ടായിരുന്നു. ഇത് ഡ്രോൺ ഉപയോഗിക്കുന്നതിൻ്റെ നിബന്ധനകളൊന്നും അവന് വലിയ നിശ്ചയമില്ലായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കാം. അപ്പോൾ ഉൾക്കടലിലേക്ക് പോകണം, 16 നോട്ടിക്കൽ മൈൽ ഉൾക്കടലിലേക്ക്. അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സമുദ്രയാത്രയാണത്. അപകടങ്ങളെല്ലാം തൻ്റെ തോളിലേറ്റുകൊണ്ട് യൗവനത്തിൻ്റെ തിളപ്പുള്ള ആ ചെറുപ്പക്കാരൻ ജീവനെ നശിപ്പിക്കുകയല്ല, തൻ്റെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന സാങ്കേതിക വിദ്യ കൊണ്ട് ഒരു ജീവനെയെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയാണ്. ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. അത് അവൻ്റെ പിതാവ് അവനെ ഭരമേൽപ്പിച്ചു. അങ്ങനെ 16 നോട്ടിക്കൽ മൈൽ ഉൾക്കടലിലേക്ക് പോയപ്പോൾ അവൻ്റെ ഡ്രോണിൽ നിന്ന് ഒരു പൊട്ടുപോലെ എന്തോ കണ്ടു. അവൻ്റെ ഡ്രോണിൽ ക്യാമറയിൽ പതിഞ്ഞു. അതൊരു മനുഷ്യനാണ് എന്ന് മനസ്സിലായി. തുടർന്ന് അവൻ്റെ ഡ്രോൺ വളരെ ക്ലോസ് ആയിട്ട് ആ പൊട്ടുപോലെ കണ്ട ഇടത്തേക്ക് ക്ലോസപ്പിൽ വന്നപ്പോഴേക്കും ഒരു മനുഷ്യൻ വെള്ളത്തിൽ നീന്തി തുടിക്കുകയാണ്. അവിടേക്ക് മറ്റ് വള്ളങ്ങൾ നീങ്ങി അവനെ
പിടിച്ച് അകത്ത് കയറ്റുക. അങ്ങനെ 4 പേരെയും രക്ഷിച്ചു. ഈ പിടിച്ചു കയറി വന്ന മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ്. സ്വതന്ത്രമായി ജീവിക്കുവാൻ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിലുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന വേറിട്ട് നിൽക്കുന്ന ഒരു യൗവനക്കാരനോട് മാധ്യമക്കാർ ചോദിച്ചു, നിനക്ക് ഈ സന്ദർഭത്തിൽ എന്താ പറയാനുള്ളത്? അവൻ പറഞ്ഞു, ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു, കാരണം 4 ജീവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത്. വെള്ളമടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ, കഞ്ചാവടിച്ച് വെളിവില്ലാതെ ജീവൻ ഓരോ ദിവസവും ബൈക്കിൽ ആക്സിഡന്റിൽ പൊലിഞ്ഞു വീഴുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ, ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചിറക്കി വിടുന്ന, ഇത് ട്രാഫിക് ചെയ്യുന്ന ഹൈലി ഇന്റലിജൻഷ്യ എന്ന് പറയുന്ന സമൂഹത്തിനോട് ചോദിക്കാനുണ്ട്, ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിൽ നിനക്ക് ദുഃഖമില്ലേ, വേദനയില്ലേ? ആ ജീവനെ വീണ്ടെടുക്കുവാൻ യൗവനക്കാരെ മാത്രം പഴിചാരാൻ ശ്രമിക്കുന്നത് ഈ തലമുറയുടെ അപകടമാണ്. അവർക്ക് ജീവനെ രക്ഷിക്കുവാനുള്ള ധാർമ്മികതയുണ്ട്, പക്ഷേ അതിൻ്റെ സാധ്യതകളിലേക്ക് നീ വിരൽ ചൂണ്ടുന്നുണ്ടോ എന്നതാണ് നമ്പർ 1. 2, ഈ യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് അപ്പനോട് പറയുന്നത്, എനിക്ക് ഇതെല്ലാം വിറ്റ് പണം ഇങ്ങു തരണം. മണി എന്നതാണ് എക്കാലത്തെയും വലിയ വിഷയം, എല്ലാ കാലത്തെയും. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ടു ദിസ് ഗൈ, ദിസ് യങ് ബോയ്, മണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റിലേഷൻഷിപ്പ്. അപ്പനെന്നും മകനെന്നും അമ്മയെന്നും മകളെന്നുമുള്ള ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഈ തലമുറയോട് ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? വെദർ യു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ് ഓർ ദ റിലേഷൻ വിത്ത് മണി. ധനത്തിനു വേണ്ടി മനുഷ്യനെ കൊന്നൊടുക്കുന്നതായിട്ടുള്ള സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന സമൂഹത്തിൽ നമ്മൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ യൗവനക്കാരനെ സംബന്ധിച്ച് പറയുകയാണ്, അവന് പണമായിരുന്നു വലുത്, ബന്ധങ്ങൾ അവന് ഒന്നുമല്ല. ഇന്നും അതുതന്നെയല്ലേ? ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് നീങ്ങുകയാണ്. അഥവാ ബന്ധങ്ങളെ മുഴുവൻ പണമാക്കി മാറ്റുന്ന ഒരു സമൂഹം, അതിൻ്റെ പ്രതിനിധിയായി ഈ യൗവനക്കാരൻ്റെ ആദ്യ ഭാഗം ജീവിതം നമുക്ക് പറഞ്ഞു തരികയാണ്. ബന്ധങ്ങളെ പണമാക്കുക, അപ്പനെയും അമ്മയെയും വിറ്റ് കാശാക്കുക, സ്വന്തം സഹോദരികളെ വിറ്റ് കാശാക്കുക, സ്വന്തം സഹോദരങ്ങളെ വിറ്റ് കാശാക്കുക, എല്ലാത്തിനെയും പണമാക്കി തൻ്റെ സുഖലോലതയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആധുനിക സമൂഹത്തിന് മുമ്പിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണിത്. നിന്റെ പണത്തിൻ്റെ പ്രസക്തി എവിടെയെന്ന് ഈ പയ്യൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. 3, അവനെ സംബന്ധിച്ചുള്ള 3ാമത്തെ ഒരു ചിന്ത, ഞാനാണ് എല്ലാത്തിനെയും, എനിക്കപ്പുറത്തൊന്നില്ല. സെൽഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ്. എവിടെ പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. അതുകൊണ്ട് അവൻ എനിക്കുള്ളതൊക്കെ ഇനി തന്നേരം, ഞാൻ പോയി സന്തോഷിക്കട്ടെ, എൻ്റെ സന്തോഷം എല്ലാം എൻ്റെത് എന്ന് പറയുന്ന തലമുറയുടെ പ്രതിനിധിയായിട്ട് അവനെ കാണുന്നുണ്ട്. സെൽഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ്. 4, എന്തിനാണ് ഈ പണവും സ്വാതന്ത്ര്യമൊക്കെ? എന്തിനാ? ഫോർ പ്ലഷർ. നമ്മൾ പറയുമല്ലോ, എല്ലാം എന്തോ ഈ പ്ലഷർ എന്ന് പറയുന്നത്, പ്ലഷറാണ്, പ്രഷറല്ല. പ്ലഷർ എന്ന് പറയുന്നത്, ഞാൻ ഈ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഇത് വരുന്നതെന്ന് അറിയത്തില്ല. പ്ലഷറാണോ പ്രഷറാണോ നിങ്ങൾ കേട്ടോ, കൃത്യമാണോ? പ്ലഷർ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ വായിച്ച ലേഖനം, പൗലോസപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് 2 ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1, ജഡത്തിൻ്റെ ഫലം. എന്തൊക്കെയാ ജഡത്തിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത്? അറിയാമോ? എല്ലാവരും ഇപ്പം നിങ്ങൾക്കൊരു പരീക്ഷയായിട്ട് വരരുത്. ജഡത്തിൻ്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.
ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ശരീരത്തിൻ്റെ അഥവാ മാംസത്തിൻ്റെ ആസക്തി എന്ന് പറയും. അതിനൊറ്റ ഭാഷയാണ്. ഇന്ന് ലഹരി വിരുദ്ധം എന്നാണ് സഭ വെച്ചിരിക്കുന്നത്. ഞാനതിനെ ലഹരി മാത്രമാക്കി തീർക്കാതെ ആസക്തികൾ എന്ന് പറയാം. നമ്മൾ ഈ ലഹരി വിരുദ്ധ ഞായർ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്നവർക്കെതിരെയുള്ള ഒരു ഞായറാഴ്ചയായിട്ട്, ബാക്കി വൃത്തികെട്ട എല്ലാ ചെയ്യുന്നവരൊന്നും അതിനടിമകളല്ല. ഇതല്ല, ആസക്തി വിരുദ്ധ ദിനം എന്ന് വേണം ശരിക്കും പറയേണ്ടത്. ആസക്തികൾ പലതാണ്. അതിൽ ഒന്നാണ് ഈ വെള്ളം അടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ബാക്കി അതിനേക്കാളൊക്കെ എത്രയോ വലുത് കിടക്കുന്നു എന്ന് വിചാരിച്ച് കള്ളു കുടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പറയാൻ ആരും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ഈ ആസക്തി വിരുദ്ധ നടപടി പറഞ്ഞിരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ദുർമോഹം, ദുശ്ചിന്ത. നമ്മുടെ ഈ ശുശ്രൂഷ തുടങ്ങുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ആദ്യത്തെ ഭാഗം ദുർമോഹം, ദുശ്ചിന്ത, ഇങ്ങനെ ഉണ്ട് പലത്. അതിന് ശമനമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് കുറച്ചിരണമെന്നാ കൂട്ടി ഇപ്പോൾ ഉണ്ട്, പക്ഷെ അന്ന് കുറച്ചിരണമെന്നാ പാടി തുടങ്ങുന്നത്. ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി അണ്ടർ മൈ കൺട്രോൾ. അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലം എന്തൊക്കെയാ? പണ്ട് സൺഡേ സ്കൂളിൽ ഒരുത്തനോട് ചോദിച്ചാ ആത്മാവിൻ്റെ ഫലം എന്തൊക്കെയാണെന്ന് പരീക്ഷയിൽ ചോദ്യം ചോദിച്ചു. അവൻ എഴുതി വെച്ചു ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ ഏത്തപ്പഴം തുടങ്ങിയത്. അവന് പരിചയമുള്ള ഒരു 8-9 പഴത്തിൻ്റെ പേരെഴുതി വെച്ചു. അതല്ലല്ലോ ആത്മാവിൻ്റെ ഫലം. നമ്മൾ വായിക്കുന്നു എന്താ? 9 കൂട്ടം ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വിവാഹം നടക്കുന്ന സമയത്ത്, മിന്ന് കെട്ടാൻ പോകുന്ന സമയത്ത്, ഈ സ്ത്രീകളുടെ കഴുത്തിൽ കെട്ടുന്ന മിന്നിൻ്റെ അകത്ത് കുരിശ് രൂപത്തിൽ കുറച്ച് ബോൾസ് ഉണ്ട് അല്ലേ? നിങ്ങൾ ചിലരിപ്പോഴും ഉടനെ നിങ്ങളുടെ മിന്നിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് ഇപ്പം നോക്കണ്ട, നേരത്തെ ഉണ്ട്. 9 ബോൾസ് ഉണ്ടെങ്കിൽ ഈ 9 ഫലങ്ങളാണ്. ഓർത്തോണം, ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, പരോപകാരം, ദയ, ഇന്ദ്രിജയം, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി 9 ഫലങ്ങൾ. ഞാൻ അവിടെ വിടുകയാണ്, അതല്ല എൻ്റെ പ്രസംഗ വിഷയം. ഈ മൂന്നാമത്തെ കാര്യത്തിൽ 4-ാമത്തെ കാര്യം ഞാൻ പറയുന്നത്, എല്ലാ സന്തോഷങ്ങൾക്കും മൂല്യങ്ങളെക്കാൾ അപ്പുറത്തൊരു വില കൽപ്പിക്കുന്നു എന്നതാണ്. പ്ലഷർ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ വാല്യൂസ് എന്നാണ്. മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ പോകുന്നത് കൊണ്ട് സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ സാജനച്ചൻ എഴുതിയ ഒരു പാട്ടിൻ്റെ വരിയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: സ്വന്തം സുഖം മാത്രം കാക്ഷിച്ചു ഞാൻ. ജീവിതത്തിൻ്റെ സ്വന്തം കനിവേറും സ്നേഹപിതാവ് എന്ന് തുടങ്ങുന്ന ആ പാട്ടിൻ്റെ ഒരു ചരണമാണ്. എല്ലാം എൻ്റെ സുഖത്തിന് വേണ്ടി മാത്രമായി തീരുമ്പോഴാണ് ജീവിതം വഴിമാറുന്നത്. മൂല്യങ്ങൾക്ക് എവിടെയാ സ്ഥാനം? വാട്ട് ഈസ് വാല്യൂസ്? ഈ മൂല്യങ്ങളെ, പാരമ്പര്യങ്ങളും വാല്യൂസ് ആൻഡ് ട്രഡീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂല്യങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? അത് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ പങ്കുവെച്ച് കൊടുക്കുകയാണ് മൂല്യങ്ങൾ. എന്താണ് മൂല്യം എന്നുള്ളത്? അതുകൊണ്ട് 4-ാമത്, ഈ യൗവനക്കാരനെ സംബന്ധിച്ച് മൂല്യങ്ങൾ, പ്ലഷർ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ വാല്യൂസ്. അവസാനമായി, ഈ യൗവനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്ന അവൻ്റെ ആദ്യ ഭാഗ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, ടു ഹിം പ്രസന്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ ഫ്യൂച്ചർ. നാളത്തേക്കാൾ അവന് ഏറ്റവും പ്രാധാന്യം ഇന്ന് മറന്ന് ജീവിക്കരുത് എന്നുള്ളത് ഓർമ്മയാണ്. എന്നാൽ ഇന്നിനെ മാത്രമേ നമുക്കുള്ളൂ എന്ന് കരുതരുത്. നാളെ ഒരു ജീവിതം നമുക്കുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. അതുകൊണ്ട് 5 കൂട്ടം കാര്യങ്ങളാണ് യൗവനക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചു വരുന്നത്. ഈ ആസക്തി വിരുദ്ധ ദിനത്തിൽ 5 കാര്യങ്ങൾ. ഫ്രീഡം ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ റെസ്പോൺസിബിലിറ്റി. To this young man, money is more important than relationship. Self is more important than anything else. Pleasure is more important than values. And finally, present is important than future. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം, യൗവനക്കാരൻ അവനെ മടങ്ങി വരാനിടയായി തീർന്നത് സാഹചര്യം സവിസ്തരോടെ പറയുന്നുണ്ട്. അവന് ബോധ്യം വന്നു എന്നാണ്. സുബോധം വന്നു.
തിരിച്ചു വരികയാണ്. സുബോധം വരുമ്പോഴാണ് നമ്മൾ എവിടെ കിടക്കുന്നത്, എന്താ അവസ്ഥ എന്നൊക്കെ അറിയുന്നത്. ഈ കാലഘട്ടത്തിൽ സുബോധത്തെ കെടുത്തുന്ന എല്ലാ ആസക്തികളിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് ആരാണ് തരുന്നത്? അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിനക്ക് വരച്ചു കാണിച്ചിരിക്കുമ്പോൾ നിന്നെ ശുദ്രം ചെയ്ത് മയക്കിയതാ. ക്രിസ്തു നിനക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തെ നീ ഹനിച്ച് ആസക്തികൾക്ക് വിധേയമായി ജീവിക്കുമ്പോൾ, ക്രിസ്തു സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ സ്വാതന്ത്ര്യത്തിന്റെ വാല്യൂ നീ അവഗണിക്കുന്നില്ലേ എന്ന ചോദ്യമാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് പറയാൻ ഒന്നേ ഉള്ളൂ, we come back to you, Lord. We had already experienced the bad side of freedom. ഞാൻ കാംക്ഷിച്ച സ്വാതന്ത്ര്യമല്ല, അതൊരു ഡ്രീമാണ്, അതൊരു ഫാന്റസിയാണ്, അതൊരു ഫിക്ഷനാണ്, ഒരു അൺറിയൽ വേൾഡിലാണ് എന്നെ കൊണ്ട് എത്തിച്ചതെല്ലാം. എന്നാൽ ഐ നോ ദാറ്റ് റിയൽ ഫ്രീഡം ഇസ് ഇൻ യു. നിന്നിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതുകൊണ്ട് യേശുവേ, നിന്റെ അരികിലേക്ക് ഞാൻ മടങ്ങുകയാണ്. നീ എൻ്റെ പാപങ്ങളെ മോചിക്കണം, എൻ്റെ സ്വാതന്ത്ര്യമെന്ന് ഞാൻ കരുതി ഈ വഴികളിലൂടെ യാത്ര ചെയ്ത് മടങ്ങിയെത്തുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട ഒത്തിരി അനുഭവങ്ങളെയെല്ലാം വീണ്ടെടുക്കുവാൻ ഞാൻ കുമ്പസരിക്കുകയാണ്. കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്തി അവിടെയാണ്. അവൻ മടങ്ങിയെത്തുമ്പോൾ കുമ്പസാര പ്രാർത്ഥന അവൻ പഠിച്ചു. അവൻ പഠിച്ച കുമ്പസാര പ്രാർത്ഥനയുടെ ആദ്യ വരികൾ ഇതാണ്: അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, അതുകൊണ്ട് നിന്റെ മകനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ കൂലിക്കാരൊരുവനെ പോലെ എന്നെയാക്കും. 3 വരിയേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനി അടുത്ത് വന്നപ്പോൾ മകന്റെ വരവ് കണ്ട് മകന്റെ അരികിലേക്ക് ഇറങ്ങിത്തരുന്ന ആ സ്നേഹത്തെ, the love of God is always stretching himself to you where you are. That is important. നിന്റെ വരവ് കണ്ട് വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിന്റെ സ്നേഹം നിന്നെ കാണുമ്പോൾ ഇറങ്ങി വന്ന് നിന്നെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്ന the love of God is much important than anything else. What is really freedom meant for? എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ദേവാലയത്തിനുള്ളിലും ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ എവിടെയെല്ലാം ഇരുന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തു നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. സഭയെ തിരിച്ച് ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. അധികാര സ്ഥാനങ്ങളെ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. ഏത് അധികാരങ്ങളിൽ ഇരിക്കുന്നവനായിരുന്നാലും നിനക്ക് ലഭിച്ചു എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കേവലം ഫാന്റസിയാണ്, അൺറിയൽ ആണ്. യു മസ്റ്റ് കം ബാക്ക് ടു ദ റിയൽ ഫ്രീഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ക്രിസ്തുവിലേക്ക് സഭകൾ മടങ്ങി വരണം. കെട്ടിടങ്ങളും മറ്റൊന്നും ചമയങ്ങളൊന്നും അല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. ഈ രാജ്യത്തിന് വേണ്ടി നടുവാൻ ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രം പോലും മാറുമറയ്ക്കാൻ നിർവാഹമില്ലാത്ത ഒരു സ്ത്രീക്ക് എറിഞ്ഞുകൊടുത്തിട്ട് ഫക്കീറായി ജീവിച്ച മഹാത്മാ ഗാന്ധിജി ജീവിച്ച ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ പ്രസക്തി എവിടെയാണ്? ക്രിസ്തുവാണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സമൂഹമേ, ഇതര സമൂഹങ്ങൾ നമ്മളെ നോക്കി പറയാണ്, നിങ്ങൾക്ക് എന്നാ സ്വാതന്ത്ര്യം? നിങ്ങൾ കെട്ടപ്പെട്ടവരായി കിടക്കുക, പിന്നെ അങ്ങനെ മറ്റുള്ളവരെ അടിച്ചുവിടാനുള്ള യാതൊരു അധികാരവും നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഏത് സഭാ വിഭാഗങ്ങൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം സിംഹാസനങ്ങളിലല്ല, ക്രിസ്തുവിലാണ്. ഇൻ ക്രൈസ്റ്റ് ദ ഫ്രീഡം, റിയൽ ഫ്രീഡം യു വിൽ എക്സ്പീരിയൻസ്. അതിന് ഈ വചനം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ വികാരഭരിതമായി പ്രസംഗിച്ചതല്ല, വിചാരത്തോടെ പ്രവർത്തിച്ചതാ.
ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനം മറവ് കൂടാതെ പറയാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ അധികാരപ്പെടുത്തിയിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു സിനഗോഗിൽ നിന്ന് പ്രസംഗിച്ചതാണ്, എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകത്തിൽ മറവ് വെക്കാൻ പാടില്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വചനം അനുസരിക്കാം, ആ വചനത്തിലേക്ക് മടങ്ങാം. യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിലാണ്. ആസക്തികളിൽ നിന്ന് നമുക്ക് പിന്മാറാം. ഏതെല്ലാം ആസക്തി ഞാൻ പറഞ്ഞല്ലോ, കള്ളുകൂടി മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്തെ ആസക്തികളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അതിൽ നിന്നെല്ലാം പിന്മാറി കം ബാക്ക്, ടേൺ ബാക്ക്, കം ടു ജീസസ്. യേശുവിൻ്റെ അരികിലേക്ക് എത്താം. അവൻ നിങ്ങളെ മാറോട് ചേർത്തണയ്ക്കും. കയ്യിൽ മോതിരം. മോതിരം എന്താണ്? ദ സൈൻ ഓഫ് കവനന്റ് റിലേഷൻഷിപ്പ്, റിസ്റ്റോറേഷൻ. കാലിൽ ചെരുപ്പ്. ഇനി നിന്റെ കാലിൽ ലോകത്തിൻ്റെ അഴുക്കുകൾ പറ്റരുത്. നീ പോകേണ്ടുന്ന പാതയിലേക്ക് നീ അണിയുവാനുള്ള ചെരുപ്പ് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാ. ഈ ചെരുപ്പിട്ട് വേണം ഇനി നീ പോകാൻ. ക്രിസ്ത്യാനി, നീ ഇനി ജീവിക്കേണ്ടത് എല്ലാവരും നിൽക്കുന്നത് പോലെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കലും അവിടെ ഇവിടെയും കിടന്ന് സമരത്തിനിരിക്കാനുള്ളവനല്ല. നീ നിന്റെ സാക്ഷ്യം ലോകത്ത് പറയാൻ നിനക്ക് പുതിയ ചെരുപ്പ് തന്നിരിക്കുക, സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ പുതിയ വർഷം 2021 ഒരു പുതിയ റെസല്യൂഷൻ നമ്മൾ എടുക്കണം. നമ്മൾ എന്നുള്ളതല്ല, എല്ലാ മനുഷ്യരും എടുക്കണം. അതിന് ഈ വചനത്തിൻ്റെ ശ്രവണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് വിസ്മരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ജേക്കബ് ജോർജ് സാറ് പ്രാർത്ഥിക്കും.